വെയിലൊക്കെ ആറിയപ്പം ഞാനും അല്ലിക്കുട്ടനും കൂടെ ചുമ്മാ കാഴ്ചയൊക്കെ കാണാനായിട്ട് ഇറങ്ങിയതാണ്. അല്ലിക്കുട്ടനെ ഇപ്പം ലീഷ് ഇടിയിപ്പിക്കാതെ പുറത്തേക്ക് ഇറക്കാൻ പറ്റത്തേ ഇല്ല. അവനാണെങ്കിൽ വെളിയിലേക്ക് ഇറങ്ങി അപ്പം തന്നെ അവൻ വഴിയിലേക്ക് ഇറങ്ങും. അതുകൊണ്ടിപ്പം ഞാൻ അവനെ എപ്പോഴും അകത്ത് തന്നെ എൻ്റെ കൂട്ടത്തിൽ തന്നെ നിർത്തിയിരിക്കുക. ഞാനെപ്പോൾ ഇറങ്ങുന്നോ അപ്പോൾ അവനെ ഇതുപോലെ തന്നെ ലീഷ് ഇടിയിപ്പിച്ച് ഇറക്കും. അങ്ങനെയാണ് ഇപ്പം ഞങ്ങൾ പുറം കാഴ്ചകളൊക്കെ കാണുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴും അകത്ത് തന്നെയാണ്. ഞങ്ങളങ്ങനെ ചുമ്മാ കാഴ്ചയൊക്കെ കണ്ടിരിക്കുമ്പോഴാണ് അല്ലിക്കുട്ടനാണെങ്കിൽ വഴിയിലേക്ക് ഇറങ്ങാൻ കിടന്ന് ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നത്. ഞാൻ മൈൻഡ് ചെയ്യാഞ്ഞിട്ട് അവൻ എന്നെ വലിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുക. പിന്നെ എന്താ അവനിങ്ങനെ നോക്കുന്നതെന്നറിയാൻ വേണ്ടിയിട്ട് ഞാനും കൂടി അവൻ്റെ കൂട്ടത്തിൽ വെളിയിലേക്ക് ഇറങ്ങി. താഴെ ഒരാൾ നിന്ന് നോക്കുന്നുണ്ട്. അതാ അല്ലിക്കുട്ടൻ കിടന്ന് ബഹളം വെച്ചത്. അല്ലിക്കുട്ടൻ താഴേക്ക് ഇറങ്ങി പോകുന്നു പറഞ്ഞ് ചേച്ചി അവനെ എടുത്ത് പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഞങ്ങളുടെ വാവച്ചി അവനെ ഓടിച്ചുകൊണ്ട് അല്ലിക്കുട്ടൻ്റെ അടുത്തോട്ട് വരുന്നത്. അല്ലിക്കുട്ടനാണെങ്കിൽ അവനെ കണ്ടിട്ട് ഭയങ്കര ബഹളം. അവൻ്റെ പോക്ക് കണ്ടിട്ട് അവനൊരു പാവമാണെന്ന് തോന്നുന്നു. ഞാനവനെ ആദ്യമായിട്ടാണ് കാണുന്നത്. വാവച്ചി പറഞ്ഞ് അവിടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കാണാറുണ്ടെന്ന് പറഞ്ഞ്. പിന്നെ വാവച്ചിയുടെയൊക്കെ വീട്ടിൽ 2 പേരുണ്ട്, സിംബയും ഡോറയും. അവരുടെ അടുത്ത് വല്ലതും വന്നതായിരിക്കും. പിന്നെ വാവച്ചിയുടെ കൂട്ടത്തിൽ 2 പേരും കൂടെ വരുന്നുണ്ട് അല്ലിക്കുട്ടനെ കാണാനായിട്ട്. വാവച്ചി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അല്ലിക്കുട്ടനെ കാണാനായിട്ട് വരും. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലിക്കുട്ടനെ. പിന്നെ അവർ അല്ലിക്കുട്ടനെ തൊട്ടൊക്കെ നോക്കുക. അല്ലിക്കുട്ടനാണെങ്കിൽ ഇങ്ങനെ പേടിച്ചിരിക്കുക, ഈ ചേച്ചിമാർ എന്നെ കാണിക്കുന്നതെന്ന് ഓർത്തുകൊണ്ട്. പിന്നെ അവർക്ക് അല്ലിക്കുട്ടനുമായിട്ട് കളിക്കണം. അതിന് പാറു ചേച്ചിയോട് ചോദിക്കുക, ചേച്ചി അവനെ ഒന്ന് താഴെ നിർത്താവോ, ഞങ്ങൾക്ക് കളിക്കാനാന്ന്. ചേച്ചി പറഞ്ഞ് അവനെ ഇവിടെ നിർത്തി കഴിഞ്ഞെന്ന് അവൻ ഇറങ്ങി ഓടും. അതുകൊണ്ട് നിങ്ങൾ അകത്തേക്ക് വാ, നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് മാറി നിന്ന് കളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ചേച്ചി അവരെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയി. പിന്നെ കുറേ നേരം അല്ലിക്കുട്ടനും ചേച്ചിമാരും കൂടെ കളിയായിരുന്നു. കളിയെല്ലാം കഴിഞ്ഞ് അല്ലിക്കുട്ടൻ ഇടയ്ക്കിടയ്ക്ക് അകത്തോട്ട് കയറും. ചേച്ചിമാർ പിന്നെയും വിളിച്ചിറക്കും. അങ്ങനെ അവരുടെ കളിയെല്ലാം കണ്ടിരിക്കാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കിന് ചേച്ചിമാരൊക്കെ അങ്ങ് പോയി. പിന്നെ ഞങ്ങൾ കുറേ നേരം വല്യച്ഛൻ്റെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഞാനും അല്ലിക്കുട്ടനും. അച്ഛനിങ്ങനെ ഇടയ്ക്ക് ബോറടിച്ചിരിക്കുമ്പോഴത്തേക്കിന് ഒരു പാട്ട് പുസ്തകമൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങും. അല്ലിക്കുട്ടൻ്റെ നോട്ടം കണ്ടിട്ട് വല്യച്ഛൻ പാട്ടിൻ്റെ ഇടയ്ക്കും അല്ലിക്കുട്ടനെ കൊഞ്ചിക്കുന്നുണ്ട്. അച്ഛൻ്റെ പാട്ട് കേട്ടാൽ നമ്മൾ ചിരിച്ച് മടുക്കും. അച്ഛൻ എല്ലാ പാട്ടിനും ഒരേ ട്യൂണാണ്. ഞാൻ പിന്നെ ഇത് സ്ഥിരം കേൾക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ല. ഞാനത് കേട്ട് മടുത്തിട്ട് ഞാൻ കയറിപ്പോയി. അവൻ എൻ്റെ കൂട്ടത്തിൽ പോകുന്നില്ല. അവൻ വല്യച്ഛയുടെ പാട്ടും കേട്ട് അവിടെ ഇരിക്കുക. അവനോട് ഇരുന്ന് കേൾക്കട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് അല്ലിക്കുട്ടൻ്റെ ഇന്നലത്തെ വിശേഷങ്ങൾ. അല്ലിക്കുട്ടനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ കമൻസൊക്കെ കാണുമ്പോഴത്തേക്കിന്. അല്ലിക്കുട്ടൻ്റെ കൂടുതൽ വിശേഷവുമായി ഇനി നാളെ വരാവേ.